ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പ്രദേശത്തെ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണവുമായി ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് അതോറിറ്റി, പോലീസ്, അഗ്നിശമന വിഭാഗം, സ്കൂൾ, നാട്ടുകാർ എന്നിവർക്കാണ് ബോധവൽക്കരണം നൽകുന്നത്. നഗരത്തിലെയും കൃഷിയിടങ്ങളിലെയും മറ്റും പൈപ്പ് ലൈൻ കടന്നുപോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷയും നിർദ്ദേശങ്ങളും നൽകുന്നതിനാണ് ബോധവൽക്കരണം നൽകുന്നത്. കണ്ണൂർ ജില്ലയിൽ 121 കിലോമീറ്റർ ദൂരത്തിലാണ് ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. ഓരോ 16 കിലോമീറ്ററിലും ഗ്യാസ് പൈപ്പ് ലൈനിൽ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാളി പഞ്ചായത്തിൽ വീടുകളിലടക്കം ഗ്യാസ് കണക്ഷൻ നൽകിയിരുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലത്തിനോട് ചേർന്ന് JCB ഉപയോഗിച്ച് കുഴിയെടുക്കാനോ കുഴൽക്കിണർ കുഴിക്കാനോ പാടില്ല. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പ്രദേശത്ത് എന്തെങ്കിലും പ്രവൃത്തി നടത്തണമെങ്കിൽ ഗെയിൽ അതോറിറ്റിയുടെ അനുമതി വാങ്ങണം. പൈപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവയെപ്പറ്റിയാണ് ബോധവൽക്കരണം നൽകിയത്. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കാണ് ആദ്യം ബോധവൽക്കരണ ക്ലാസ് നൽകിയത്. ഇപ്പോൾ ചേട്ടൻ കണ്ടില്ലേ, ഇത് കൃഷിഭൂമിയാണ്. ഇവിടെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ കൃഷി ചെയ്യുന്നത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആഴത്തിൽ വേരിറങ്ങുന്ന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പാടില്ല, ബോർവെല്ല് കുഴിക്കാൻ പാടില്ല, പിന്നെ ഈ JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ അഥവാ ചേട്ടൻ നിർബന്ധം ഉണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി അനുവാദം മേടിക്കണം. നമ്മുടെ പണിക്ക് മുൻകൂട്ടി അനുവാദം മേടിക്കാൻ നടക്കൂല, അത് നടക്കൂല. മട്ടന്നൂർ CI MV ബിജു, SI CP ലിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.